കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ മസാല ചായയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ പാലൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു അടിപൊളി മസാല ചായയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഏലക്ക കേട്ടോ. അപ്പോൾ അത് നമുക്കിതൊന്ന് പൊളിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു കറാമ്പൂ, പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു കറുവപ്പട്ടേൻ്റെ പീസ് ഇട്ടാ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചെറിയൊരു ഇഞ്ചിൻ്റെ പീസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ ചായക്കുള്ള വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതാ അപ്പോൾ നമ്മൾ മസാലയൊക്കെ ചേർത്ത വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രണ്ട് മധുരം ആവശ്യമാണോ അത്രയ്ക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നമുക്ക് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും നമ്മളെ കടുപ്പത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് നമ്മൾ പാലിന് പകരം ചേർക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചേർക്കുന്ന കശുവണ്ടി കേട്ടോ. അപ്പോൾ നമ്മളൊരു 8-10 കാഷ്യൂസ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ കാഷ്യൂസ് നോക്കിക്കേ, ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചായയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതാ അപ്പോൾ നമ്മൾ കാഷ്യൂസ് കണ്ടില്ലേ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്കിത് തിളയ്ക്കണം നമ്മൾ ചായയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റും കൂടി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. കണ്ടില്ലേ അടിപൊളി ചായ കേട്ടോ. അപ്പോൾ നമ്മൾ പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ചായനേക്കാളും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതൊന്നുകൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മളെ ചായ നന്നായിട്ട് തിളച്ച് അല്ലേ. അപ്പോൾ കാണാൻ തന്നെ അടിപൊളി ഭംഗിയില്ലേ. അപ്പോൾ നമ്മളെ ചായ നന്നായിട്ട് തിളച്ചു കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് അരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ചായ നന്നായിട്ട് അരിച്ചെടുത്തിട്ടോ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ബൈ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.